പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും 6-ാമത്തെ അധ്യായം കപ്പുള്ളിപ്പാലാട്ടെ കോമനാര്. അധ്യായം 6 കപ്പുള്ളിപ്പാലാട്ടെ കോമനാര്. കുടിപ്പക. കപ്പുള്ളിപ്പാലാട്ടുകാരും 90-ാം വീട്ടുകാരും തമ്മിലുള്ള കുടിപ്പകയ്ക്ക് തലമുറകളുടെ പഴക്കമുണ്ട്. കാരണം എന്തോ ആവട്ടെ, വെട്ടും കുത്തും ജീവനെടുക്കലും പുത്തിരിയല്ല രണ്ടു വീട്ടുകാർക്കും. ഈ കഥ നടക്കുന്ന കാലത്ത് കപ്പുള്ളിപ്പാലാട്ട് ഒരു പെൺസന്തതി മാത്രമായി. കൊങ്കിയമ്മ 9 പെറ്റു. 9 മക്കളെയും പല കാലങ്ങളിലായി 90-ാം വീട്ടുകാർ ശരിപ്പെടുത്തി എന്നാണ് കേൾവി. 90-ാം വീട്ടുകാർക്ക് മേൽക്കൈ കിട്ടിയ കാലത്താണ് അവർ കപ്പുള്ളിപ്പാലാട്ട് തറവാടിൻ്റെ തായ്വേരറക്കാൻ പരിശ്രമിച്ചത്. രക്തബന്ധം കൊണ്ട് തച്ചോളി ഒതേനക്കുറുപ്പിൻ്റെ പെങ്ങളായിട്ട് വരും കപ്പുള്ളിപ്പാലാട്ടെ കൊങ്കിയമ്മ. കുഞ്ഞുതയ്യൻ എന്നാണ് കടത്തനാട്ടിലും അയൽദേശങ്ങളിലും ഒതേനക്കുറുപ്പ് അറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ് കൊങ്കിയമ്മയുടെ 9 മക്കളെയും അരിങ്കൊല ചെയ്തിട്ടും 90-ാം വീട്ടുകാരോട് പകരം ചോദിക്കാൻ കുഞ്ഞുതയ്യോൻ ഇറങ്ങി പുറപ്പെടാതിരുന്നത്? കൊങ്കിയമ്മയുടെ 9 മക്കളെയും 90-ാം വീട്ടുകാർ കൊലപ്പെടുത്തിയതല്ലെന്നുണ്ടോ? സ്വന്തം പെങ്ങളോട് ചെയ്ത കൊടും ക്രൂരതകൾ കുഞ്ഞുതയ്യാൻ ക്ഷമിച്ചു കളഞ്ഞു എന്ന് വിശ്വസിക്കാനും വയ്യ. പാലിൽ വെള്ളം ചേർക്കുന്ന പോലെ നേരിലിത്തിരി നുണയും ചേർത്തായിരിക്കുമോ പാണൻ പാട്ടുണ്ടാക്കിയതും ദേശം തോറും പാടി നടന്നതും? 90-ാം വീട്ടിൽ അക്കാലത്ത് അഭ്യാസികളും ഒരമ്മ പെറ്റവരുമായ 6 കുറുപ്പന്മാരുണ്ടായിരുന്നു. 7-ാമൻ ചാത്തുക്കുട്ടി ഇളം പ്രായക്കാരൻ. 9 മക്കളെയും നഷ്ടപ്പെട്ടിട്ടും കൊങ്കിയമ്മയുടെ നായരെന്തേ കുറുപ്പന്മാരോട് പകരം ചോദിച്ചില്ല? കുറുപ്പന്മാരാണ് മക്കൾ നഷ്ടപ്പെടാൻ കാരണക്കാരെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അതല്ലെങ്കിൽ കൊങ്കിയമ്മയുടെ നായർ സംബന്ധം മാറ്റിപ്പോയിട്ടുണ്ടാവുമോ? കഥയിൽ ചോദ്യമില്ല. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് പാണന്റെ പാട്ടിനെ ആശ്രയിക്കാം. വേറെ വഴിയില്ല. നിലവറയിൽ വളർന്ന ആൺകുട്ടി. ഒരാൺതരി വേണമെന്ന് കൊങ്കിയമ്മ അതിയായി മോഹിച്ചു നടന്ന കാലം. അങ്ങനെയിരിക്കുമ്പോൾ കൊങ്കിയമ്മയ്ക്ക് കുളി തെറ്റിയ കാര്യം 90-ാം വീട്ടിലെ കുറുപ്പന്മാരെ പേടിച്ച് കൊങ്കിയമ്മ മാലോകരിൽ നിന്ന് മറച്ചുവെച്ചു. കൊങ്കിയമ്മയ്ക്ക് മാസം 7 തികഞ്ഞു. കുട്ടിയുടെ ജാതകം ഗണിക്കണമെന്ന മോഹം കലശലായി. കപ്പുള്ളിപ്പാലാട്ടെ കൈകാര്യക്കാരനായ വാരിയർക്ക് കാര്യസ്ഥപ്പണി മാത്രമല്ല ജ്യോതിഷവും നന്നായിട്ടറിയാം. വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ ജാതകം ഗണിക്കാൻ വാരിയരെ ഏൽപ്പിച്ചു. ജാതകം വായിച്ചു കേട്ട് കൊങ്കിയമ്മയുടെ മനം കുളിർത്തു. കുട്ടി ആണായിരിക്കും, ദീർഘായുസുമായിരിക്കും. ഏറിയ കരുമന കാട്ടുമെങ്കിലും അവനായിട്ട് കപ്പുള്ളിപ്പാലാട്ടെ കേളിയും കീർത്തിയും വർദ്ധിക്കും. ജാതകം വാങ്ങുമ്പോൾ വാരിയർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തു കൊങ്കിയമ്മ. 10-ാം മാസത്തിൽ കൊങ്കിയമ്മയ്ക്ക് നോവും വിളിയും തുടങ്ങി. വയറ്റാട്ടിയെ വരുത്തി 64 പണം എണ്ണിയെടുത്ത് കൊങ്കിയമ്മ വയറ്റാട്ടിക്ക് കൊടുത്തു. നീയൊരു കാര്യം ചെയ്യണം ആർച്ചേ. ഞാൻ പെറുന്ന കുട്ടി ആണായിരിക്കും. ആര് ചോദിച്ചാലും പെണ്ണെന്നേ പറയാവൂ. വാരിയരുടെ ഗണിതം തെറ്റിയില്ല. കൊങ്കിയമ്മ പെറ്റത് ആൺകുട്ടിയെ തന്നെ. ആൺകുട്ടിയായതിനാൽ പെറ്റ ഉടനെ തോക്കെടുത്ത് വെടിപൊട്ടിച്ചു. കുട്ടിയുടെ പേടി പോക്കാനാണ് വെടിപൊട്ടിക്കുന്നത്. പെൺകുട്ടിയാണെങ്കിൽ അടുക്കളപ്പുറത്തെ വാതിലിൽ തല്ലണം. കുട്ടിയെ കുളിപ്പിച്ച് തല തുവർത്താനായി അമ്മ വീരാളിപ്പെട്ട് കരുതി വെച്ചിരുന്നു. കുട്ടിയെ കുളിപ്പിക്കുന്നത് വയറ്റാട്ടിയുടെ അവകാശമാണ്. സന്തോഷിച്ച് ആർച്ചയ്ക്കൊരു പാവുമുണ്ട് കൊടുത്തു കൊങ്കിയമ്മ. മാറാപ്പ് തോളത്ത് തൂക്കി വേലത്തി ആർച്ച 90-ാം വീടിൻ്റെ പടിപ്പുരയ്ക്ക് മുമ്പിലൂടെ നടന്നു പോകവേ പടിപ്പുര തിണ്ണയിലിരിക്കുന്ന മൂത്ത കുറുപ്പ് ചോദ്യമായി, എവിടെ പോയി വരുന്നടി ആർച്ചപ്പെണ്ണേ? കപ്പുള്ളിപ്പാലാട്ടെ തമ്പ്രാട്ടി പെറ്റു തമ്പ്ര. അടിയൻ പേരെടുക്കാൻ പോയതാണേ. കുട്ടി ആണോ പെണ്ണോ? പെൺകുട്ടിയാണേ തമ്പ്ര. നാളുകൾ പോകെ കുറുപ്പന്മാർക്ക് ഗൂഢ സന്ദേശം കിട്ടി. കൊങ്കിയമ്മ പെറ്റത് പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. അരിശം പിടിച്ച കുറുപ്പന്മാർ അത് കേട്ടപാടെ കപ്പുള്ളിപ്പാലാട്ടേക്ക് പുറപ്പെട്ടു. കുട്ടിയെ കൊന്നുകളയണം. പാലാട്ട് ഇനി ഒരു പുരുഷപ്രജയും വളർന്നു വന്നുകൂടാ. 90-ാം വീട്ടിലെ കുറുപ്പന്മാരുടെ വരവുണ്ടെന്ന് കൊങ്കിയമ്മയ്ക്ക് അറിവ് കിട്ടി. ഇനി എന്തു വേണ്ടു ഭരദേവതമാരെ എന്ന് കൊങ്കിയമ്മ വേവലാതി കൊണ്ടു. തെക്കേ വീട്ടിലെ ഉണിച്ചിരിത പെറ്റത് പെൺകുട്ടിയാണല്ലോ എന്ന് കൊങ്കിയമ്മയ്ക്ക് ഓർമ്മ വന്നു. ഉടനെ ഉണിച്ചിരിതയെ പാലാട്ടേക്ക് വിളിപ്പിച്ചു. 90-ാം വീട്ടിലെ കുറുപ്പന്മാര് ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരെൻ്റെ കുട്ടിയെ വെട്ടിക്കൊല്ലും. ഈ തറവാട്ടിലൊരു ആൺതരി പോലും ശേഷിക്കരുതെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് ഉണിച്ചിരുതേ ആ ദുഷ്ടന്മാർ. അതിനാൽ നീ എന്നെ ഒന്ന് സഹായിക്കണം. നിന്റെ മകളെ എൻ്റെ അടുത്ത് കിടത്തണം. എൻ്റെ മകനെ നീ കൊണ്ടുപോയിക്കോ.
അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ച് ഉണിച്ചിരിത വേഗം തൻ്റെ മകളെ എടുത്തുകൊണ്ടുവന്നു കൊങ്കിയമ്മയുടെ അടുത്ത് കിടത്തി അവരുടെ ചെക്കനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. പടിപ്പുര തള്ളി തുറന്ന് പടകാളി മുറ്റത്തെത്തിയ കുറുപ്പന്മാർ നാലുകെട്ടിനകത്തേക്ക് ചവിട്ടി കുതിച്ച് കയറി ചെന്നു. കൊങ്കിയമ്മയെ കണ്ടു. കൊങ്കിയമ്മയുടെ അരികെ കിടക്കുന്ന കുട്ടിയെ കണ്ടു. കുട്ടി പെണ്ണാണെന്ന് ഉറപ്പാക്കി. കുറുപ്പന്മാർ വന്ന വഴിയെ മടങ്ങി. അപ്പോൾ ഉണിച്ചിരിത കൊങ്കിയമ്മയുടെ മകനെ മടക്കി കൊണ്ടുവന്നു തൻ്റെ മകളെ തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഒളിച്ചുകളി ഇനി തുടരാനാവില്ല. കുട്ടിയുടെ 28ാം നാൾ വരികയാണ്. കുറുപ്പന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ആറ്റുനോറ്റുണ്ടായ മകനെ എങ്ങനെ വളർത്തി വലുതാക്കും? അപ്പോൾ ഒരു ബുദ്ധി തോന്നി കൊങ്കിയമ്മയ്ക്ക്. നിലയറ പണിയാം. ഇവൻ നിലയറയിൽ വളരട്ടെ. നിലയറ പണിയാൻ കാര്യസ്ഥൻ വാര്യരെ തന്നെ ഏൽപ്പിച്ചു. വാര്യർ അതീവ ഗൂഢമായി കരിങ്കല്ല് ചെത്തിപ്പടുത്ത് നിലയറ തീർപ്പിച്ചു. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. 28ാം നാൾ കുട്ടിക്ക് പേരിട്ടു കോമൻ. ശേഷം കോമൻ്റെ വാസം നിലയറയ്ക്കകത്തായി. പാപ്പ കൊടുക്കാനും പാല് കൊടുക്കാനും പാട്ടുപാടി ഉറക്കാനും കഥകൾ പറഞ്ഞു കൊടുക്കാനും കൊങ്കിയമ്മ നിലയറയിലേക്ക് ഇറങ്ങിച്ചെന്നു. സൂര്യവെളിച്ചം തട്ടാതെ പുറം ലോകം അറിയാതെ അമ്മയൊഴിച്ച് ഒരു മനുഷ്യജീവിയെയും കാണാതെ കോമൻ നിലയറയ്ക്കകത്ത് വളർന്നു. നാട്ടുനടപ്പ് പാലിച്ച 3ാം വയസ്സിൽ കോമൻ്റെ മുടിയിറക്കി. 5ാം വയസ്സിൽ കാതുകുത്തി. 7ാം വയസ്സിൽ എഴുത്തിനിരുത്തി. കോമനെ എഴുത്തുവിദ്യ പഠിപ്പിച്ചത് കൊങ്കിയമ്മ തന്നെ. തുളുനാട്ടിൽ നിന്ന് അഭ്യാസിയായ ഗുരുക്കളെ വരുത്തി പാലാട്ട് താമസിപ്പിച്ചു. കടത്തനാടൻ പയറ്റും തുളുനാടൻ വിദ്യയും ഗുരുക്കൾ കോമനെ പരിശീലിപ്പിച്ചു. മെയ്യു കണ്ണായപ്പോൾ പഠിപ്പ് നിർത്തി. കോമൻ ഗുരുക്കൾക്ക് ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങി. ഗുരുക്കൾ തുളുനാട്ടിലേക്ക് മടങ്ങിപ്പോയി. 16ാം പിറന്നാളിൻ്റെ അന്ന് തെക്കിനിത്തളത്തിൽ പൊന്നും പലകയിട്ടിരുന്ന് പിറന്നാൾ സദ്യ ഉണ്ണണമെന്ന് കോമന് മോഹം വന്നു. പിന്നീടൊന്നും ആലോചിച്ചില്ല. കോമൻ നിലയറ വിട്ട് പുറത്തു വന്നു. അയ്യോ, ചതിച്ചല്ലോ പൊന്മകനെ. അമ്മ അലമുറയിട്ടു. ഞാൻ ഒരു ചതിയും ചതിച്ചില്ലമ്മേ. 90ാം വീട്ടിലെ കുറുപ്പന്മാരെങ്ങാനും നിന്നെ കണ്ടാലോ കഴിവിനെ കൊത്തും പോലെ കൊത്തി അരിയുമല്ലോ മകനെ. 90ാം വീട്ടിലെ കുറുപ്പന്മാർക്ക് ഞാൻ എന്തുപദ്രവമാണമ്മേ ചെയ്തത്? ഒരിക്കലും അവസാനിക്കാത്ത കുടിപ്പകയുടെ കഥ അമ്മ മകനെ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെയാണല്ലേ. 90ാം വീട്ടുകാരെ പേടിച്ചാണ് അമ്മ തന്നെ നിലയറയിൽ അടച്ചിട്ട് വളർത്തിയത്. അമ്മ പറഞ്ഞ കഥകൾ കേട്ട് കോമൻ ചിരിച്ചു. പേടിക്കേണ്ടമ്മേ, അമ്മയ്ക്ക് ഞാനുണ്ടാവും എന്നും പറഞ്ഞ് കോമൻ പടകാളി മുറ്റത്തിറങ്ങി പടിപ്പുര തിണ്ണയിൽ ചെന്നിരിപ്പായി. നുണച്ചുണ്ടി ഉണിച്ചിരുത. ദൂരെ നിന്ന് 2 പെണ്ണുങ്ങൾ നടന്നു വരുന്നത് കോമൻ പടിപ്പുരയിലിരുന്നേ കണ്ടു. രൂപവതികളായ യുവതികളെ കണ്ട് കോമൻ മുഗ്ധനായി. സ്വന്തം അമ്മയല്ലാതെ മറ്റ് സ്ത്രീകളെ ആദ്യമായിട്ടാണല്ലോ കോമൻ കാണുന്നത്. അവൻ പെറ്റമ്മയെ വിളിച്ചു. മകൻ്റെ വിളി കേട്ട് അമ്മ പടിപ്പുരയോളം ചെന്നു. വിളിച്ചതെന്തേ മകനെ? വഴി നടന്നു വരുന്ന പെൺകിടാങ്ങളെ കോമൻ ചൂണ്ടിക്കാണിച്ചു. ആരാണമ്മേ ഈ വരുന്ന പെണ്ണുങ്ങൾ? അമ്മ സൂക്ഷിച്ചു നോക്കി. 90ാം വീട്ടിലെ കുറുപ്പന്മാരുടെ പെങ്ങന്മാരാണല്ലോ വരുന്നത്. മുമ്പേ നടക്കുന്നത് ഏട്ടത്തി ഉണിച്ചിരുത, പിന്നാലെ വരുന്നത് ഉണ്ണിയമ്മ. ദേശത്തു വാഴുന്നവരാണ് ഉണിച്ചിരുതയുടെ നായര്. വാഴുന്നവർ കുത്തിച്ച പുത്തൻചിറയിൽ കുളിപ്പാനായി പോവുകയാണ് ഏട്ടത്തിയും അനുജത്തിയും. ഉണിച്ചിരുതയുണ്ടല്ലോ മകനെ, നുണച്ചുണ്ടിയാണ്. ഈ പടിപ്പുര തിണ്ണയിൽ ഒരാൺകുട്ടി ഇരിക്കുന്നത് കണ്ടാലോ ഉറപ്പാണേ അവൾ സംശയിക്കും. ഓപ്പന്മാരോട് ഓതിക്കൊടുക്കും. കുറുപ്പന്മാർ നിന്നെ അന്വേഷിച്ചു വരും. അമ്മ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് 4 കെട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കോമന് ഇരിക്കപ്പൊറുതി ഉണ്ടായില്ല. ഒരു കുളിക്ക് എണ്ണ തരൂ അമ്മേ. മകൻ്റെ ഉള്ളിലിരിപ്പ് അമ്മയ്ക്ക് മനസ്സിലായി. പുത്തൻചിറയിൽ കുളിപ്പാനാണല്ലോ പെണ്ണുങ്ങൾ പോകുന്നത്. അതിനാൽ ഇവനും പുത്തൻചിറയിൽ തന്നെ കുളിക്കണം. കുളിക്കാനിറങ്ങുന്ന ബാല്യക്കാരൻ ആരാണെന്ന് ആ നുണച്ചുണ്ടിക്ക് സംശയം തോന്നിയാൽ തീർന്നു. അവൾ പൊടിപ്പും തൊങ്ങലും വെച്ച് കണ്ട കാഴ്ച ആങ്ങളമാരോട് പറഞ്ഞു കേൾപ്പിക്കും. വാളും കുന്തവുമായി കുറുപ്പന്മാർ ചിറയുടെ വക്കിലെത്തും. കോമൻ പുത്തൻചിറയിൽ കുളിപ്പാൻ പോകരുതെന്ന് അമ്മ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. കാച്ചെണ്ണ കഴിഞ്ഞു പോയല്ലോ മകനെ. ചിറ്റെള്ളിൻ്റെ എണ്ണ ഇരിപ്പുണ്ടല്ലോ അമ്മേ. ചിറ്റെള്ളിൻ്റെ എണ്ണയും തീർന്നല്ലോ മകനെ. അമ്മ പറഞ്ഞത് കോമന് വിശ്വാസമായില്ല. അവൻ താക്കോൽ കൂട്ടമെടുത്ത് പടിഞ്ഞാറ്റി മച്ചറ തുറന്നു. ഭരണി നിറച്ചും കാച്ചെണ്ണ ഇരിക്കുന്നു. മുഴുക്കെണ്ണയെടുത്ത് കോമൻ മുടിയിൽ തേച്ചു പിടിപ്പിച്ചു. ആഴക്കെണ്ണയെടുത്ത് മെയ്യ സകലം പുരട്ടി പടിഞ്ഞാറ്റി മച്ചറ പൂട്ടി മുറ്റത്തേക്കിറങ്ങി. എവിടെ പോണു മകനെ? പുത്തൻചിറയിൽ കുളിപ്പാനായി പോണു. നമ്മുടെ കുളത്തിൽ കുളിച്ചൂടെ കോമ? ചണ്ടിച്ചൂരടിക്കൂ അമ്മേ. കൊട്ടയ്ക്ക് കോരി കുളിച്ചാൽ പോരെ മകനെ.
കൊട്ടച്ചൂരടിക്കും അമ്മേ. അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. 16 വയസ്സുവരെ നിന്നെ പുറത്താരും കാണാതെ വളർത്തി. അടക്കയാവും കാലം മടിയിൽ വയ്ക്കാം. കവുങ്ങായാലോ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അമ്മ ഇനി എന്തു പറയാൻ? അമ്മയുടെ പായാരം കേൾക്കാൻ നിൽക്കാതെ കോമൻ ചെറുമുണ്ട് തോളിലിട്ട് പടിപ്പര കടന്ന് പെരുവഴിയിലേക്കിറങ്ങി. കുറ്റിക്കാടും കുറുങ്കാടും കടന്നുപോയി പുത്തൻ ചിറവക്കിലെത്തി. അവൻ്റെ വരവ് കണ്ട് ഉണിച്ചിരുതയും ഉണ്ണിയമ്മയും ഒച്ചയും ഉരുവാട്ടവുമില്ലാതെ നിന്നു. നോക്കടി ഉണ്ണി, ഇവൻ ആര്? മാനത്തിന്നെങ്ങാനും പൊട്ടി വീണോ? ഭൂമിന്നു തനിയെ മൂളച്ചുണ്ടായോ? ആദിത്യൻ ചെങ്കതിർ ചിന്നും പോലെ കൊന്നത്തു കൊന്നയും പൂത്ത പോലെ. ഇരുമുലച്ച് പെറ്റവരിൽ ആരുണ്ട് ഇവനോളം ശരിയൊത്ത പുരുഷനായിട്ട്? ആരാൻ്റെ അമ്മ പെറ്റ മകനാണ്. തരം പറയാതെ ഏട്ടത്തി. ഉണിച്ചിരുതയ്ക്ക് സംശയം തീരുന്നില്ല. ആര് പെറ്റു വളർത്തി ഇവനെ? പവന്മാറ്റുള്ള ഇവൻ്റെ നിറം നോക്ക്. ആദിത്യരശ്മി തട്ടാത്തവനാണിവൻ, നിലയറയിൽ വളർന്ന പോലെ. ആലോചന ആ വഴിക്ക് പോകെ ഉണിച്ചിരുതയുടെ ഉള്ളിൽ വെളിച്ചം മിന്നി. ഇവൻ കപ്പുള്ളിപ്പാലാട്ടെ കൊങ്കിയമ്മയുടെ മകനായിരിക്കുമോ? ഓപ്പമാരറിയാതെ നിലയറയിൽ അടച്ചു വളർത്തിയതായിക്കൂടുന്നില്ല. പാലാട്ടെ പടിപ്പുരയിൽ ഒരു ബാല്യക്കാരൻ ഇരിക്കുന്നത് ദൂരെ നിന്നേ കണ്ടതാണ്. വന്നപ്പോൾ ആളില്ല. ഇവനായിരിക്കും ആ ബാല്യക്കാരൻ. അമ്മ മകനെ പടിപ്പുരയിൽ നിന്ന് മാറ്റിയതായിരിക്കും എന്ന് തന്നെ ഉണിച്ചിരുത ഉറപ്പിച്ചു. വേഗം കുളിച്ചു കയറി ഈറൻ പകരാൻ പോലും നിന്നില്ല. ഞാനും വരുന്നുണ്ട് ഏട്ടത്തി എന്ന് ഉണ്ണിയമ്മ. പതുക്കെ വന്നാൽ മതി പെണ്ണെ, എനിക്ക് ചെന്നിട്ടൊരു അത്യാവശ്യമുണ്ട്. ഇരുവരും കുളിപ്പാനായി വന്നിട്ട് നിങ്ങൾ മാത്രമെന്തേ ബന്ധപ്പെട്ടു പോകുന്നു? കോമൻ സംശയം ചോദിച്ചു. അരി അടുപ്പത്തിട്ട് വാർത്തു വയ്ക്കാൻ മറന്നുപോയി. വെന്തു ചീഞ്ഞ ചോറ് ഓപ്പന്മാരുണ്ണില്ല. ഉണിച്ചിരുതയുടെ വാക്ക് ശരിയാണെന്ന് വിശ്വസിച്ചു കോമൻ. ഉണ്ണിയമ്മയ്ക്ക് പക്ഷേ ഏട്ടത്തി പറഞ്ഞത് ബോധ്യമായില്ല. നിങ്ങൾ ആരാണ്? ഉണ്ണിയമ്മ ചോദിച്ചു. ഞാൻ കോമൻ, കപ്പുള്ളിപ്പാലാട്ടെ കൊങ്കിയമ്മയുടെ മകനാണ്. ഏട്ടത്തിയുടെ ഊഹം തെറ്റിയില്ല. ഓപ്പമാരെ വിവരം ധരിപ്പിക്കാനാവും ബന്ധപ്പെട്ടു പോയിരിക്കുന്നത്. കോമന്നാരെ, താൻ ഇവിടെ നിൽക്കണ്ട. തന്നെ കണ്ട കാര്യം ഓപ്പമാരെ അറിയിക്കാൻ പോയതായിരിക്കും ഏട്ടത്തി. അവൾ നുണച്ചുണ്ടിയാണ്. ഓപ്പമാരെ നുണ പറഞ്ഞു വിശ്വസിപ്പിക്കും. വാളും കുന്തവുമായി ഓപ്പമാർ ഈ ചിറവക്കത്ത് വരും. തന്നെ അവർ കാണും, കൊത്തി നുറുക്കും. ഉണ്ണിയമ്മ എത്ര പറഞ്ഞിട്ടും അവളെ വിട്ടുപോകാൻ കോമന് മനസ്സ് വന്നില്ല. ചിറക്കരയിൽ നിന്ന് പോകാൻ കോമനെ നിർബന്ധിച്ചുവെങ്കിലും ഇവൻ പോകരുതേ എന്നാണ് ഉണ്ണിയമ്മ ആഗ്രഹിച്ചത്. ഈ സുന്ദരൻ കപ്പുള്ളിപ്പാലാട്ടെയാണെന്ന് ചിലപ്പോൾ ഏട്ടത്തി അറിഞ്ഞിട്ടുണ്ടാവില്ല. കോമനാരോട് പറഞ്ഞ പോലെ ചോറ് വാർത്തു വയ്ക്കാനായിരിക്കും ഏട്ടത്തി ഈറൻ പകരാൻ പോലും നിൽക്കാതെ ഓടിപ്പോയത്. അങ്ങനെ സമാധാനിച്ചുകൊണ്ട് ഉണ്ണിയമ്മ ചിറയിലിറങ്ങി മുങ്ങി നിവർന്നു. പടവിൽ തിരിച്ചു കയറി തലയിൽ താളി തേച്ചു തുടങ്ങി. തുടരും.